എക്സലിൽ കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത കോളം ചാർട്ടിനെ മറ്റു തരത്തിലുള്ള ചാർട്ടിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം ബാർ ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട് തുടങ്ങിയവയും നാം ഇന്ന് ചർച്ച ചെയ്യുന്നു. വരൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇറ്റ് ഈസ് മീ ഷെരീഫ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷെരീസ് ബൈനറി കഫേ. ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ക്രിയേറ്റ് ചെയ്ത കോളം ചാർട്ടാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി ഈ ചാർട്ടിന് നമുക്ക് ഡാറ്റ ലേബൽ കൊണ്ടുവരണം. ഡാറ്റ ലേബൽ എന്ന് പറയുന്നത് ഓരോ മാസത്തെയും സെയിൽസ് എമൗണ്ടും പർച്ചേസ് എമൗണ്ടും കൂടി നമുക്ക് ഈ ചാർട്ടിൽ കാണിക്കാൻ പറ്റും. അപ്പം അതിനു വേണ്ടി ചാർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിബണിലെ ചാർട്ട് ടൂൾസിൻ്റെ അണ്ടറിൽ വരുന്ന ഡിസൈൻ ടാബിൽ ആഡ് ചാർട്ട് എലിമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡാറ്റ ലേബൽ എന്നുള്ള ഒരു മെനു കാണാം. ഡാറ്റ ലേബലിൽ നമുക്ക് വിവിധ ഓപ്ഷൻ ഉണ്ട്. സെൻറ്റർ, ഇൻസൈഡ് എൻഡ്, ഇൻസൈഡ് ബേസ്, ഔട്ട്സൈഡ് എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഔട്ട്സൈഡ് എൻഡ് സെലക്ട് ചെയ്തു. ഔട്ട്സൈഡ് എൻഡ് സെലക്ട് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഓരോ മാസത്തെയും സെയിൽസ് എമൗണ്ട് എത്രയാണ്, പർച്ചേസ് എമൗണ്ട് എത്രയാണ് എന്നതുകൂടി ചാർട്ടിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് ഇതേപോലെ ഡാറ്റ ലേബൽ കാണിക്കുന്നതിന് പകരം ഡാറ്റ ലേബൽ ഒഴിവാക്കിയിട്ട് ഡാറ്റ ടേബിൾ കൊണ്ടുവരാം. ഡാറ്റ ടേബിൾ എന്ന് പറയുന്നത് ചാർട്ടിന് തൊട്ട് താഴെയായി ഒരു ചെറിയ ടാബിൾ ക്രിയേറ്റ് ചെയ്യും. അവിടെ പർച്ചേസും സെയിൽസും നമുക്ക് സെപ്പറേറ്റ്ലി ഓരോ കോളത്തിലായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ വിത്ത് ലിജൻഡ് കീസ് എന്ന് പറയുന്നത് അതിൻ്റെ കളർ വെച്ചിട്ട്, അതായത് പർച്ചേസിൻ്റെ സെയിൽസിൻ്റെ കളർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് വിത്തൗട്ട് ലിജൻഡ് കീ ആണ്, അതായത് നോ ലിജൻഡ് കീസ്. ആ കളർ കാണിക്കാതെ തന്നെ, കളർ കോഡിങ് കാണിക്കാതെ ആ ടേബിൾ മാത്രം പർച്ചേസ് എമൗണ്ട് എത്രയാണ്, സെയിൽസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് ഓരോ മാസത്തിൻ്റെയും ഇതേപോലെ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഒരേ സ്ഥലത്തു നിന്നാണ്. എല്ലാ ടൂളും അവൈലബിൾ ആകുന്നത് ചാർട്ട് ടൂൾസിൻ്റെ അണ്ടറിലുള്ള ഡിസൈൻ ടാബിൽ ആഡ് ചാർട്ട് എലിമെൻറ്റിൻ്റെ താഴെയാണ്. ഡാറ്റ ലേബൽ, അതേപോലെ ഡാറ്റ ടേബിൾ. ചിലപ്പോൾ ഡാറ്റ ടേബിൾ നണ്ണ് കൊടുത്താൽ ഡാറ്റ ടേബിൾ അപ്രത്യക്ഷമാകുന്നതാണ്. ഇനി ഈ തന്നിരിക്കുന്ന ചാർട്ടിന് നമ്മൾ ഇതിൻ്റെ ചാർട്ടിൻ്റെ ടൈപ്പ് നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് കോളം ചാർട്ടാണ്. ഇതിന് നമുക്ക് ബാർ ചാർട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ചാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഡിസൈൻ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് ഇവിടെ ചേഞ്ച് ചാർട്ട് ടൈപ്പ് എന്നുള്ള ഒരു ടൂൾ അവൈലബിൾ ആണ്. ചേഞ്ച് ചാർട്ട് ടൈപ്പ്. ചേഞ്ച് ചാർട്ട് ടൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് ആവശ്യമായ ഏത് ചാർട്ടിലേക്കാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, ഏത് ടൈപ്പിലേക്കാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, ആ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ. ഞാനിവിടെ ബാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു, ബാർ ചാർട്ട് സെലക്ട് ചെയ്തു. അതിൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ രണ്ട് ഓപ്ഷൻ തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യും. ഞാനിത് ഒന്നാമത്തെ സ്റ്റൈൽ സെലക്ട് ചെയ്തു, അതിനുശേഷം ഓക്കെ അടിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചാർട്ട് ബാർ ചാർട്ടായി മാറി. ബാർ ചാർട്ട് എന്ന് പറയുന്നത് കോളം ചാർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് എമൗണ്ട് ഹൊറിസോണ്ടൽ ആക്സിസിലും അതുപോലെ മന്ത് വെർട്ടിക്കൽ ആക്സിസിലേക്കും ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചാർട്ട് എലിമെൻ്റ് ആഡ് ചെയ്യാം. ഡാറ്റ ലാബിൽ വേണമെങ്കിൽ ഡാറ്റ ലാബിൽ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഡാറ്റ ലാബിൽ ആഡ് ചെയ്തു. അതേപോലെ ഡാറ്റ ടാബിൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻസ് എല്ലാം സെയിം ആണ്. ഇനി ഇതേ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനെ തന്നെ നമുക്ക് ടൈപ്പ് മാറ്റാം. ചേഞ്ച് ചാർട്ട് ടൈപ്പ് എടുത്തിട്ട് ഇവിടെ നമുക്ക് ലൈൻ ചാർട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലൈൻ ചാർട്ട് കിട്ടും. ഓക്കെ, ഈ ചാർട്ടിനാണ് നമ്മൾ ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ബ്ലൂ ലൈൻ കാണിക്കുന്നത് പർച്ചേസ് ലൈനാണ്. അതേപോലെ ഓറഞ്ച് കളർ കാണിക്കുന്നത് സെയിൽസ് ലൈനാണ്. ഇനി നമുക്ക് പൈ ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സെയിം ഡാറ്റ ഞാൻ ഷീറ്റ് 2ൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പൈ ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ടാബിൽ ചാർട്ടിൻ്റെ സെക്ഷനിൽ നമ്മൾ പൈ ചാർട്ട് സെലക്ട് ചെയ്തു. ഇതാണ് പൈ ചാർട്ട്. അവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. 2D പൈ, 3D പൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ 3D പൈ ചാർട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 3D പൈ സെലക്ട് ചെയ്തു. ഓക്കെ,
അപ്പോൾ നമുക്കിവിടെ ഒരു ചാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പർച്ചേസ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം പൈ ചാർട്ടിൽ നമുക്ക് ഒരു സമയത്ത് ഒരു വാല്യൂ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അതായത് മന്തും ഓരോ മന്തിലുള്ള പർച്ചേസ് വാല്യൂ ആണ്. സാധാരണ ഇതിൽ നമ്മൾ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പേഴ്സൻറ്റേജ് കാണാൻ വേണ്ടിയാണ്. പേഴ്സൻറ്റേജിൽ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അതായത് ഓരോ മാസത്തെയും പർച്ചേസ് എമൗണ്ട് ആണ്. അത് ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ ഡിസൈൻ ടാബിന് താഴെ ക്വിക്ക് ലേ ഔട്ട് ഉണ്ട്. ക്വിക്ക് ലേ ഔട്ടിൽ ഒന്നാമത്തെ സ്റ്റൈൽ സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ സ്റ്റൈൽ ലേഔട്ട് 1 സെലക്ട് ചെയ്താൽ തന്നെ നമുക്കവിടെ ഓരോ മാസവും ആ മാസത്തെ പെർസെൻറ്റേജും കാണാൻ പറ്റും. മെയ് 23%, ജൂൺ 21%, അതേപോലെ ജാൻ 16%, ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇനി സെയിൽസിൻ്റെ പൈ ചാർട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ചാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ടിൽ പോയിട്ട് വീണ്ടും നമ്മൾ പൈ ചാർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും പർച്ചേസ് മാത്രമേ കിട്ടുള്ളൂ. കാരണം പർച്ചേസ് ആണ് അതിൽ ആദ്യം ഉള്ളത്. ആദ്യത്തെ കോളത്തിൽ പർച്ചേസ് ആയതുകൊണ്ടാണ് പർച്ചേസിൻ്റെ ചാർട്ട് വരുന്നത്. സെയിൽസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മന്ത് സെലക്ട് ചെയ്ത് ഇൻക്ലൂഡിങ് ഈ ബ്ലാങ്ക് സെല്ലടക്കം ഈ മന്തിൻ്റെ കോളം മൊത്തം സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ട് സെയിൽസ് സെലക്ട് ചെയ്യുക. സെയിൽസ് മുതൽ ലാസ്റ്റുള്ള എമൗണ്ട് വരെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ടിൽ പോയിട്ട് പൈ ചാർട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം പൈ ചാർട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സെയിൽസിൻ്റെ പൈ ചാർട്ട് ലഭിച്ചു. ഞാനിതിനെ കുറച്ച് സൈസ് മിനിമൈസ് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട്. പർച്ചേസും സൈസ് ചെറുതാക്കുക. അപ്പോൾ ഒന്ന് സെയിൽസും ഒന്ന് പർച്ചേസും 2 ചാർട്ട് നമുക്ക് ഇവിടെ ലഭിച്ചു. സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റാം. പെർസെൻറ്റേജ് വേണമെങ്കിൽ പെർസെൻറ്റേജ് കൊണ്ടുവരാം. ക്വിക്ക് ലേഔട്ടിൽ ഓക്കെ. ഇത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള സെയിൽസിൻ്റെ പെർസെൻറ്റേജും പർച്ചേസിൻ്റെ പെർസെൻറ്റേജും നമ്മൾ സെപ്പറേറ്റ് ചാർട്ടിൽ കാണിച്ചിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മുൻ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതും കാണണം. എക്സൽ പഠിക്കുകയോ പഠിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം. മറ്റൊരു വിഷയവുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ് ഈസ് മീ ഷെരീഫ് സൈനിങ് ഓഫ്.